പണ്ടൊരു ദിവസം എൻ്റെ ഒരു പഞ്ചാബി സുഹൃത്ത് വിരുന്ന് വന്നിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ മൂന്നാറിലേക്കൊരു ട്രിപ്പൊക്കെ നടത്തിയിരുന്നു. അന്ന് ഞാൻ കുറച്ച് പുഴുങ്ങിയ നേന്ത്രപ്പഴം കരുതിയിരുന്നു. ഈ പഞ്ചാബി ഇത് കഴിച്ചപ്പോൾ പറഞ്ഞു, ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ, ഞാൻ പഞ്ചാബിൽ പോയിട്ട് എനിക്കും എൻ്റെ വീട്ടിൽ ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായും പുഴുങ്ങി പഴം കഴിക്കുന്ന ഒരു ശീലം നമ്മളെ മലയാളികൾക്കുണ്ട്. ഈ പുഴുങ്ങി പഴം കഴിക്കുന്നതും അല്ലാതെ പഴം കഴിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ഇതിന് കൂടുതൽ ഗുണങ്ങളോ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പുഴുങ്ങി കഴിക്കുന്നത്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള രോഗികൾ, ഈ ഷുഗറിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കാൻ വളരെ സഹായിക്കുന്നൊരു ഘടകമാണ്. നമുക്കറിയാം, ഈ പുഴുങ്ങി കഴിക്കുമ്പം ഇതിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് സ്ലോയിലാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങി പഴം കഴിക്കുമ്പം അതിൽ നമ്മുടെ രക്തത്തിലെ കാർബോഹൈഡ്രേറ്റ്, ഷുഗറിൻ്റെ അളവ് ഒരു നോർമലായ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പുഴുങ്ങാത്ത